പാലക്കാട് നഗരത്തിന്റെ സാംസ്കാരിക കേന്ദ്രമായി അരനൂറ്റാണ്ടിലേറെയായി നിലകൊണ്ട പാലക്കാട് പബ്ലിക് ലൈബ്രറി ഇനി ചരിത്രത്തിലേക്ക് മാറുകയാണ്. നഗരസഭയുടെ തീരുമാനപ്രകാരം ലൈബ്രറി കെട്ടിടം ഉടൻ പൊളിച്ചു നീക്കും. ഭരണഘടനാ ശില്പിമാർ ഒപ്പിട്ട ഇന്ത്യൻ ഭരണഘടനയാണിത്. ഇത് മാത്രമല്ല കേട്ടോ, മനുസ്മൃതി ഉൾപ്പെടെ 70,000-ഓളം പുസ്തകങ്ങളുള്ള നഗരത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ലൈബ്രറിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നഗരവികസനത്തിന്റെ പേരിൽ ഈ ലൈബ്രറി ഒഴിപ്പിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ ബാക്കിയാവുന്നത് ഒരുപാട് തലമുറകളുടെ ഒരുപാട് നല്ല ഓർമ്മകളാണ്. പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് സുൽത്താൻപേട്ടിലെ ഈ പുസ്തക ലോകത്തിന്. എന്നാൽ അറിവിന്റെയും സാംസ്കാരിക വളർച്ചയുടെയും പ്രതീകമായി എന്നും തലയെടുപ്പോടെ നിന്നിരുന്ന വായനശാല ഉടൻ ഒഴിയണമെന്നാണ് നിർദ്ദേശം. നഗരസഭയുടെ നേതൃത്വത്തിൽ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി 17 കടമുറികൾ ഉൾപ്പെടുന്ന പഴയ കെട്ടിടത്തിന്റെ പൊളിക്കൽ നടപടികൾ തുടങ്ങിയതോടെയാണ് ലൈബ്രറിയും ഒഴിപ്പിക്കുന്നത്. എന്നാൽ അപൂർവ പുസ്തകശേഖരമുള്ള ഈ ലൈബ്രറി പെട്ടെന്നൊഴിയാൻ സാധ്യമല്ലെന്നും പകരം നഗരസഭ തന്നെ പുതിയ കെട്ടിടത്തിൽ സ്ഥലം കണ്ടെത്തി നൽകണമെന്നുമാണ് ആവശ്യം. മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിരുന്ന 1951 മലബാറിൽ ലൈബ്രറി വികസിപ്പിക്കാൻ വേണ്ടി അന്നത്തെ സർക്കാർ 3 ലൈബ്രറികൾ സ്ഥാപിച്ചു. പ്രധാന ലൈബ്രറികൾ, ഒന്ന് കണ്ണൂർ, ഒന്ന് കോഴിക്കോട്, ഒന്ന് പാലക്കാട്. അന്ന് 3 ജില്ലകളാണ്. ധാരാളം 70,000 പുസ്തകമുണ്ട്. ഇത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെയും പാലക്കാട് ജില്ലയിലെയും ജനങ്ങൾ, വായനക്കാരും പഠിക്കുന്ന കുട്ടികളും ആശ്രയിക്കുന്ന ഒരു ലൈബ്രറിയാണിത്. അപ്പോൾ ഇത് ഔപചാരികമായിട്ട് അതിനടുത്ത് ഒരു കോംപ്ലക്സ് വരുന്നുണ്ട് മുനിസിപ്പാലിറ്റി. അപ്പോൾ അത് പൊളിക്കുന്നതിൻ്റെ ഭാഗം ഞങ്ങൾ ഇതും പൊളിക്കണു എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പ്രതീക്ഷ മുനിസിപ്പൽ ഭരണകൂടം ഞങ്ങൾ ഈ ലൈബ്രറി നിലനിർത്തി തരുവാൻ വേണ്ട സഹായം ചെയ്തു തരുമെന്ന് തന്നെയാണ്. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് പുസ്തകങ്ങളുടെ മറ്റെങ്ങുമില്ലാത്ത ശേഖരവും ഇവിടെയുണ്ട്. ലൈബ്രറി അടിയന്തരമായി മാറ്റുന്നതോടെ പുസ്തകങ്ങൾ നഷ്ടമാകുമോ എന്ന ആശങ്കയിലാണ് ഇവിടെയുള്ളവർ. മുതിർന്നവരും കുട്ടികളും അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ എന്നും ഒരുപോലെ ആശ്രയിക്കുന്ന ഈ ലൈബ്രറി എന്ത് വികസനത്തിൻ്റെ പേരിലാണെങ്കിലും മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റുമ്പോൾ ഈ പുസ്തകങ്ങളൊന്നും നഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടത് അധികൃതരുടെ ഉത്തരവാദിത്തം കൂടിയാണെന്നാണ് ഇവർ പറയുന്നത്. ക്യാമറാമാൻ രാജീവിനൊപ്പം ഐഷത്തുൽ ഷംന, 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.